വെള്ളം വേണോ? സണ്ണിയെ നീ ഒരു വെള്ളം വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ബസ്സിൽ കയറിയപ്പോ സീറ്റില്ല, ഒരു നമ്പർ കാണിച്ച് സീറ്റ് ഒപ്പിച്ചതാ. ആഹാ കൊള്ളാലോ ചേട്ടാ, നമ്മുടെ സീറ്റ് കളിച്ചിട്ട് ആ മാർക്ക് എണീറ്റ് പോയേ മാർക്കേ. കണ്ടക്ടറെ എടാ പുറകിലത്തെ സീറ്റിൽ എത്ര പേര് ഇരിക്കൂടാ? പുറകിലത്തെ സീറ്റിൽ 6 പേരുടെ സീറ്റാണത്. 6 പേര് ഇരിക്കും. ഒരു 6 പോതമെങ്കിലും പോകൂലത്. ഞാൻ ഒരു 6 പെരുമ്പാവൂരിതാ. ഇത് പെരുമ്പാവൂരേക്ക് ഒന്നും പോകൂലെന്ന്. ഒരു സെക്കൻഡ് പ്ലേസ് പണിയെടുത്ത് എന്നാ മോനെ ഒരു 6 കഴിഞ്ഞാ പറ. നീ ഇപ്പൊ പറയണ കേട്ടല്ല. എന്റെ പൊന്നിയേട്ടത് കഴിഞ്ഞാപ്പാറ എന്നല്ല, കഴിഞ്ഞാ പറയാൻ പറഞ്ഞു. ചേട്ടൻ എങ്ങനെ പോകേണ്ടത്? എന്റെ മോനെ ഈ ബസ് എവിടം വരെ പോകും? ഇത് ആലുവ ബസ്സാണിത്. ആലുവ? ഒരു 6 ആലുവ തരൂ. 6 ആലുവ. എന്നാ 6 ആലുവ. ഈ ബാക്കി 5 പേരെവിടെ? ബാക്കി 5 പേരെവിടെ? ഫ്രണ്ടിലുണ്ടോ? ഫ്രണ്ടിലില്ല. ബാക്കിലുണ്ടോ? ബാക്കിലും ഇല്ല. അവരെന്തിയ പിന്നത്? എന്റെ മോനെ 6 ടിക്കറ്റ് അല്ലേ? ഞാൻ കാണിച്ചു തരാം. നോക്കി പോ. ഇത് കണ്ടു മോനെ, 6 സീറ്റ് അല്ലേ? എങ്ങനെ ഇവിടെ കിടക്കും ഞാൻ ചുമ്മാ. കിടക്കാൻ വേണം. കളമശ്ശേരി എത്തുമ്പോ പറയട്ടെ, ചേട്ടൻ ഒന്ന് അടങ്ങിയിരിക്കോടാ. കളമശ്ശേരി പറയണേ. എന്റെ പുണ്യേട്ട ചേട്ടൻ കൊണ്ട് വലിയ മേടായില്ല. കളമശ്ശേരി എത്തുമ്പോ പറയാന്ന് പറഞ്ഞല്ല. ഒരു കുഴി ചേട്ടാ, വണ്ടി ചേട്ടാ, വണ്ടിയുടെ അടിയിൽ ആരും പോയിട്ടുണ്ട്. വണ്ടിയുടെ അടിയിൽ ആരും പോയതല്ല, ആ പുറകിലെ സീറ്റിൽ കിടന്ന കുടിയ താഴെ വീണതാ. എന്റെ പൊന്നു മോനെ, കാറിലെന്ന പോലെ ബസ്സിലും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കണോടാ. കളമശ്ശേരി. അയ്യോ കളമശ്ശേരി കഴിഞ്ഞ സ്റ്റോപ്പാണെന്ന കളമശ്ശേരി. ഇടയ്ക്ക് എത്ര തവണ ചോദിച്ചടാ കളമശ്ശേരി എത്തിയ ചോദിച്ചാലേ? ഈ ബസ്സുകാരുടെ സ്ഥിരം പരിപാടിയാ വണ്ടി കളമശ്ശേരിക്ക് തിരികാം. സ്ഥലം അറിയാൻ വേണ്ടി ചോദിച്ചത്. നീ ഒന്നും ഒരു സ്റ്റോപ്പിനെ കഴിഞ്ഞു. നീ അയാളെ കളമശ്ശേരി ഇറക്കിയിട്ട് പോയച്ചാ മതി. നീ വണ്ടി തിരിക്കടാ കളമശ്ശേരിക്ക്. പ്രശ്നം ഉണ്ടാക്കല്ലേ. വണ്ടി ഓടിക്കും. ഇതിന് കൂടുതലാ ചേട്ടാ. എന്റെ പൊന്നിയിട്ട് ചേട്ടൻ ഒന്ന് വേഗം വിട്. വേഗം പഠിപ്പ്. ഓരോ പ്രശ്നങ്ങൾ വന്നാണ്ടല്ലേ. കളമശ്ശേരി ചേട്ടാ, കളമശ്ശേരി എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ചേട്ടാ, സമയമില്ല, വേഗം ഇറങ്ങ്. ഇനി വിട്ടു. അല്ല ചേട്ടാ ഇറങ്ങണില്ലേ? കളമശ്ശേരി എത്തി ഇറങ്ങണല്ലേ? ഏയ് ഞാനേ കളമശ്ശേരി എത്തുമ്പോ മോക്കൊരു മിസ് കോൾ അടിക്കാന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ ആർക്കും കളമശ്ശേരി ഇറങ്ങണ്ട. നിനക്ക് ഇറങ്ങണ കളമശ്ശേരി ഇല്ലേ? തനിക്ക് ഇറങ്ങണ കളമശ്ശേരി ഇല്ലേ? ഞാൻ ആർക്കട കളമശ്ശേരി ഇറങ്ങണ്ടത്? ഞാൻ ആർക്കട കളമശ്ശേരി ഇറങ്ങേണ്ടത്? വണ്ടി ഇവിടെ പോ. റൈറ്റ്. നീ കുറെ നേരമല്ലേ പിടിച്ചു പറിക്കുന്നത്? എന്റെ പൊന്നിയുടെ ചേട്ടൻ എന്ത് പണിയാ കാണിച്ചത്? നീ എന്ത് പണിയാ കാണിക്കുന്നത്? ഞാൻ എന്ത് പണി കാണിച്ചത്? വലിയ വലിയ തിരിവും എതിരെ വലിയ ട്രക്കറും വരുമ്പോ നീ കണ്ണാടി നോക്കുന്നതിന്റെ ഗ്ലാമർ നോക്കാണോ? എന്റെ പൊന്നിയുടെ ഞാൻ ഗ്ലാമർ നോക്കിയതല്ല, പിന്നെ വണ്ടിയുടെ സൈഡ് നോക്കിയതല്ലേ. അപ്പൊ സൈഡ് പിന്നെ നിന്റെ അപ്പം നോക്കുവോ? ആ ഗിയർ ലിവറും വെറുതെ കുറച്ച് കളഞ്ഞു മനുഷ്യൻ ചിരിക്കാനായിട്ട്. ഈ കുടിയിലേക്ക് ആരാ വണ്ടിയിൽ പിടിച്ച് കയറ്റിയത്? കുടിയായാ കുടിയാമെന്ന് പറയട്ടാ. കുഴിയൊന്നുമില്ല, ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചതാ. അവിടെ ഇരുന്നോ. ടിക്കറ്റ് ഞാനാണ്. അതെ ആ ചില്ലറ ബാക്കിയിട്ടില്ല. ചേട്ടൻ ഒരു തരാണ്ടല്ലേ ഇതില്? ചേട്ടാ ഇത് 2 രൂപ ഉണ്ട്. ഒരു അപ്പുറത്ത് കൊടുത്തേ കേട്ടോ. വേണ്ട, കഴിഞ്ഞ 3 കൊല്ലം മുമ്പേ ചില്ലറക്കൊരാളെ കൂട്ടി വിട്ടില്ലേ? അതാണ് ഈ ഇരിക്കണ ചില്ലറ. ഇതിന്റെ കുറച്ച് ചില്ലറ വീട്ടിലിരിപ്പുണ്ട്. ഇപ്പൊ ഒരു ചില്ലറ അകത്തും. ഇനി ഇങ്ങോട്ട് തന്നാ മതി. എന്റെ ദൈവമേ, എന്നാ പിടിച്ചോ. ഒരു കുഴി. വണ്ടി നിർത്തിയേട്ടാ. ഈ വണ്ടി ഓടിച്ച ഡ്രൈവർക്കും ഇതിലെ കണ്ടക്ടർക്കും ഇതിലെ യാത്രക്കാർക്കും അതിലുപരി കേരളത്തിലെ ഇത്ര മനോഹരമായ കുഴികൾ ഒരുക്കി തന്ന കേരള സർക്കാരിനും ഞാൻ എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എന്താ കാര്യം എന്നാ? ഡോക്ടർ സിസേറിയൻ പറഞ്ഞ കേസാ. ഇപ്പൊ സുഖപ്രസവമായില്ലേ? സാധാരണ ജനങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങൾ അവതരിപ്പിച്ച വളരെ മനോഹരമായിരുന്നു. നിങ്ങളുടെ ടൈമിംഗ് ആയിരുന്നു സൂപ്പർ ആയിരുന്നു. ആക്ച്വലി ഈ
അഴകരവണത്തെ ഫിലിമില്ലേ അതില് വെട്ടിലാത്ത അതിലേക്കിട്ടൊന്ന് സോങ്ങില്ലേ അതില് കാവ്യമാധവൻ 3 കൊരകന്മാരുടെ പടം വരക്കില്ലേ അതില് ഇങ്ങേ എണ്ണത്തിരിക്കുന്ന കൊരകൻ ഞാനാ. പ്രിയക്ക് ഡ്രൈവറോ കണ്ടക്ടറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഡ്രൈവർമാരും കണ്ടക്ടർമാർക്കും അതിനുള്ള അവസരം ഇല്ലല്ലോ. കണ്ടക്ടർമാർക്ക് ഉണ്ടാവും, ഡ്രൈവർമാരാണ്. കിളികളൊക്കെ പറന്നു